ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് സഫിയ്യുല്ലാഹ് എന്നുള്ളത്. സഫിയ്യുല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ സഫിയ്യുല്ലാഹ്. സലാമൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് സഫിയുള്ള. അസ്വഫിയ് എന്ന് പറഞ്ഞാൽ അസ്വദീഖുൽ മുഖ്ലിസ്, ആത്മാർത്ഥമായ കൂട്ടുകാരൻ, അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരൻ, അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആള്, എല്ലാ കൂറും ഉള്ള കൂട്ടുകാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നയാൾ. കൂട്ടുകാരാകുമ്പോൾ അതാണല്ലോ ഉണ്ടാവുക. നമ്മുടെ കൂട്ടുകാർ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു, നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കുന്നു. അതല്ലാതെ ഈ ഭൗതിക ലോകത്തെ കൂട്ടുകാരും ഫ്രണ്ടും അതൊക്കെ താരതമ്യം ചെയ്ത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും മുത്തുനബിയിൽ നിന്നുണ്ടാവില്ല. യഥാർത്ഥ കൂട്ടുകാർ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവർക്ക് വലിയ വിഷമമാകും. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവർക്ക് വിഷമാകും, ബുദ്ധിമുട്ടാകും. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും മുത്തുനബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷത്തിലും മുത്തുനബി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല. എപ്പോഴും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കും, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. ഇഷ്ടമുള്ളതേ പറയൂ, ഇഷ്ടമുള്ളതേ ചെയ്യൂ, ഇഷ്ടമുള്ളതേ ചിന്തിക്കുകയുള്ളൂ. കൂട്ടുകാരാകുമ്പോൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെ ആവണമല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരനാണ്. കൂട്ടുകാരാകുമ്പോൾ, കൂട്ടുകാർ നമ്മുടെ അരികിലുണ്ടാകുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്ക്. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുത്തുനബിക്ക് വലിയ സന്തോഷമാണ്, വലിയ നേരം പോക്കാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പേരുകളും നാമങ്ങളും മുത്തുനബിയുടെ പേരുകളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? ഓരോ വിശേഷണങ്ങൾ മുത്തുനബിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതിൽ നിന്നൊക്കെ ആ ക്വാളിറ്റി അത് നമ്മളും സ്വായത്തമാക്കാൻ ശ്രമിക്കണം. മുത്തുനബിയെ പോലെ പരിപൂർണമായ രൂപത്തിൽ നമുക്ക് ആവാൻ കഴിയില്ലെങ്കിലും കഴിയുന്ന രൂപത്തിൽ നമ്മൾ അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ പഠനങ്ങളും കോഴ്സുകളൊക്കെ അർത്ഥപൂർണമാകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ഒരു കാരണമാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ഈ പരമ്പര കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ നമുക്ക് കാണാൻ കഴിയണം, ഒരുപാട് കാണണം. മദീനയിൽ അനവധി തവണ നമുക്ക് എത്താൻ കഴിയണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബിയെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്കതിന് കഴിയും. കേവലം പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്. മുത്തുനബിയുടെ ഇഷ്ടം നേടാനാണ്, മുത്തുനബിയെക്കുറിച്ച് പഠിക്കാനാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ്, മദീന കാണാനാണ്. അല്ലാഹുവേ, നമുക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.